നമസ്കാരം. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഒരുപാട് സാമൂഹിക പ്രശ്നം ആയിട്ട് എനിക്ക് തോന്നിയ വിഷയമാണ്. ആരും വേണ്ടത്ര അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുകൂടി എനിക്ക് ഒരു ഒബ്സർവേഷനാണ്. ആദ്യമേ തന്നെ പറയാം, ഇതൊരു മതപരമായിട്ടുള്ള വീഡിയോ അല്ല. ഒരു മതത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ലക്ഷ്യമിടുന്ന തരത്തിലുള്ള ഒരു വീഡിയോ അല്ല ഇത് കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഇത് കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഇത് നമ്മൾ ഇഷ്ടപ്പെടാത്ത സത്യം സംസാരിക്കുന്ന വീഡിയോ കൂടിയായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന മദ്രസ പീഡനങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് കേസുകൾ ഇപ്പോൾ പത്രവാർത്തകളിലും സാമൂഹിക മാധ്യമങ്ങളിലും അതേപോലെ തന്നെ ഓൺലൈൻ മീഡിയാസിലൊക്കെ ഒരുപാട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിനെതിരെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള വലിയ ആൾക്കാരോ ഒഫീഷ്യൽസോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ മതപ്രമുഖരോ അങ്ങനെ ആരും തന്നെ ഒരു ആക്ഷനോ അല്ലെങ്കിൽ ഇവരുടെ സമൂഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇൻറ്റേർണലായിട്ടൊരു റീഫോം നടക്കുന്ന പോലെ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് ഗോ. കേരളത്തിൽ മദ്രസ വിദ്യാർത്ഥികൾ നേരിടുന്ന ലൈംഗിക പീഡനം, സംഭവങ്ങൾ, സംശയങ്ങൾ, അതിനെ തുടർന്നുണ്ടാകുന്ന മൗനം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ വിവിധ ജില്ലകളിൽ നിന്നും മദ്രസകളുമായി ബന്ധപ്പെട്ട് ലൈംഗിക പീഡന കേസുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കേസുകളിൽ ഇരകളാവുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. കുറ്റാരോപിതർ പലപ്പോഴും അധ്യാപകരോ മതപാഠം പഠിപ്പിക്കുന്നവരോ സ്ഥാപനവുമായി അടുത്ത ബന്ധമുള്ളവരോ ആയിരുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറയാൻ പലർക്കും ഇഷ്ടമാണ്. പക്ഷേ ഒരേ തരത്തിലുള്ള കഥകൾ വീണ്ടും വീണ്ടും പുറത്തു വരുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ ഒരു പീഡനത്തിന് ഇരയായതിനു ശേഷവും മിണ്ടാതിരിക്കുന്നതെന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കൺസേൺ. ഈ കേസുകളിൽ ഏറ്റവും ഭീകരമായ ഭാഗം കുറ്റകൃത്യം നടന്നതല്ല, കുറ്റകൃത്യം നടന്നതിന് ശേഷം വർഷങ്ങളോളം കുട്ടികൾ മിണ്ടാതിരുന്നതാണ്. കുട്ടികളെ മൗനം പാലിപ്പിക്കുന്നത് ശാരീരിക ബലം മാത്രമല്ല, അത് ഭയമാണ്, ദൈവഭീതിയാണ്, ലജ്ജയാണ്, കുടുംബത്തിൻ്റെ പേടിയാണ്. ഇത് പറഞ്ഞാൽ പാപമാകും, ഇത് പറഞ്ഞാൽ നീ തന്നെയാണ് തെറ്റ്, ഇത് പറഞ്ഞാൽ കുടുംബത്തിന് നാണക്കേട്. ഈ വാക്കുകൾ കുട്ടികളുടെ വായ അടയ്ക്കുന്നു. സമൂഹം എന്തുകൊണ്ട് ഉടൻ പ്രതികരിക്കുന്നില്ല? അങ്ങനെ ഒരു ചോദ്യം കൂടി നിലവിൽ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു അസ്വസ്ഥമായ ചോദ്യമുണ്ട്. ഇത്തരം ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? ഇത് സത്യമാണോ? അവൻ അങ്ങനെ ചെയ്യുമോ? ഈ സ്ഥാപനത്തെ ഇത് ബാധിക്കുമോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നെഗറ്റീവായിട്ട്, അതായത് കുറ്റാരോപിതരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിക്ടിംസിനെതിരായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ. കുട്ടിയെ വിശ്വസിക്കുന്നതിന് മുമ്പ് സ്ഥാപനത്തെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാകുന്നു. ഇതാണ് ഏറ്റവും വലിയ പരാജയം ഒരു സമൂഹം എന്ന രീതിയിൽ. ഇത് മദ്രസകളുടെ മാത്രം പ്രശ്നമാണോ? ഇവിടെ ഒരു കാര്യവും വളരെ വ്യക്തമായി പറയണം. ലൈംഗിക പീഡനം മദ്രസകളിൽ മാത്രം നടക്കുന്ന പ്രശ്നമല്ല. സ്കൂളുകളിൽ സംഭവിക്കുന്നു, ഹോസ്റ്റലുകളിൽ സംഭവിക്കുന്നു, ട്യൂഷൻ സെൻ്ററുകളിൽ സംഭവിക്കുന്നു, സ്പോർട്സ് അക്കാഡമികളിൽ സംഭവിക്കുന്നു, ആശ്രമങ്ങളിലും സഭകളിലും സംഭവിക്കുന്നുണ്ട്. പൊതുസത്യം ഒന്ന് മാത്രം: കുട്ടികൾ അധികാരബന്ധത്തിൽ കഴിയുന്ന ഏത് ഇടവും അപകട സാധ്യതയുള്ളതാണ്. മതവിശ്വാസം, അധികാരം വളരെ അപകടകരമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ്, ഒരു കോംബോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മതം സ്വയം അപകടകരമല്ല, വിശ്വാസം സ്വയം കുറ്റകരവുമല്ല. പക്ഷേ വിശ്വാസം ചോദ്യം ചെയ്യരുത് എന്ന ആശയം അധികാരത്തോട് ചേർന്നാൽ അത് അപകടമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതായത് വിശ്വാസത്തെ ചോദ്യം ചെയ്യരുത്, അതേ ഒരു അതോറിറ്റിക്ക് തന്നെ ഒരുപാട് പവർ അല്ലെങ്കിൽ അധികാരവും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാനോ പിടിച്ചു വെക്കാനോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അവൻ ദൈവത്തെ പഠിപ്പിക്കുന്ന ആളാണ്, അവനെ സംശയിക്കുന്നത് തന്നെ തെറ്റാണ്. ഇത് കുറ്റവാളികൾക്ക് സുരക്ഷ നൽകുന്ന കവചമായി മാറുന്നു. നിയമം കുട്ടികളുടെ പക്ഷത്താണ്, പക്ഷേ സമൂഹം പലപ്പോഴും അല്ല. ഇത്തരം കേസുകൾ നിയമപരമായി ശക്തമായി കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. പക്ഷേ നിയമം പ്രവർത്തിക്കാൻ ഒരു കാര്യം വേണം: പരാതി ഉണ്ടാകാൻ കുട്ടിക്ക് സംസാരിക്കാനുള്ള സുരക്ഷ വേണം, കുടുംബത്തിന് പിന്തുണ വേണം, സമൂഹത്തിന് ധൈര്യം വേണം. പലപ്പോഴും ഈ മൂന്നും ഒന്നും ഉണ്ടാകില്ല. യഥാർത്ഥ ചോദ്യം: നമ്മൾ എന്താണ് സംരക്ഷിക്കുന്നത്? ഇവിടെ നമ്മൾ എല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഒരു സ്ഥാപനം സംരക്ഷിക്കാൻ ഒരു കുട്ടിയുടെ നീതി ത്യജിക്കുന്നത് ശരിയാണോ? ഒരു മതത്തിൻ്റെ ഇമേജ് കാക്കാൻ ഒരു കുട്ടിയുടെ ട്രോമ മറയ്ക്കുന്നത് ശരിയാണോ? ഇവിടെ ഒരു പക്ഷം മാത്രമുണ്ട്, അത് കുട്ടിയുടെ പക്ഷമാണ്.
അവസാനമായി ഈ വീഡിയോ ആരെയെങ്കിലും ആക്രമിക്കാൻ വേണ്ടിയല്ല, ഇത് മൗനം തകർക്കാൻ വേണ്ടിയാണ്. കുറ്റകൃത്യം നടന്നാൽ മതം ചോദിക്കരുത്, സ്ഥാപനം ചോദിക്കരുത്. ഒറ്റ ചോദ്യം മാത്രം ചോദിക്കുക: കുട്ടി സുരക്ഷിതമാണോ? അതുവരെ നമ്മൾ പരാജയപ്പെട്ട ഒരു സമൂഹമാണ്. ഓക്കെ, നിങ്ങളുടെ തോട്ട്സ് എന്താണ്, അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതെല്ലാവരിലും എത്തണം. അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, ഒരുപാട് മതസ്ഥരുണ്ട്, ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവരുടെ തന്നെ മതപഠനശാലകളിലായാലും കമ്മ്യൂണിറ്റി സെൻറ്ററുകളിലായാലും ഇതുപോലുള്ള ദുരനുഭവങ്ങൾ നേരിടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കെല്ലാം വേണ്ടിയാവട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.